എന്താടാ? അവർക്ക് ആർക്കും ഒരു ഐഡിയ ഇല്ല അച്ഛാ. കുറെ സ്ഥലത്തായില്ലേ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് തിരിച്ച് സ്റ്റേഷനിലേക്ക് തന്നെ പോകാം. വേണ്ട അച്ഛാ. സ്റ്റേഷനിൽ എന്തെങ്കിലും വിവരം കിട്ടിയാ അവർ വിളിച്ച് പറയുമല്ലോ. അത്രയും സമയം കളയുന്നില്ല. നമുക്ക് എവിടെയെങ്കിലും പോയി നോക്കാം അച്ഛാ. സൂര്യ, ഈ സിറ്റിയിൽ ഇനി എവിടെയാന്ന് വെച്ച് തിരയാനാടാ? അതെനിക്കറിയില്ല അച്ഛാ. പക്ഷെ അന്വേഷിച്ചേ പറ്റൂ. കണ്ടെത്തിയേ പറ്റൂ അച്ഛാ. അച്ഛാ, കൊണ്ടുപോയത് ആരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ അവർ നന്ദിനിയോട് പകയുള്ളവരാണെന്ന് ഉറപ്പല്ലേ? അവർ ചിലപ്പോ അവളെ വേദനിപ്പിക്കുകയോ മറ്റോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലോ? സൂര്യ, പാവമല്ലേ അച്ഛാ. എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് എത്ര സന്തോഷം നിറഞ്ഞ പെൺകുട്ടിയായിരുന്നു എന്നുള്ളത് ഓർക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുക. ഈ പകയുടെയും ബഹളങ്ങളുടെയും നടുവിലേക്ക് ഞാൻ വലിച്ചിട്ടതല്ലേ അയാളെ. എന്താടാ ഇത്? നീ ഒന്ന് സമാധാനിക്ക്. നമ്മൾ അവളെ കണ്ടെത്തും. ആ വിശ്വാസം മനസ്സിൽ നിന്ന് കളയല്ലേ. ഫോൺ എടുക്കച്ച. ഇന്ദ്രജയ വീട്ടിൽ നിന്ന് പറയാനുള്ളത് എന്താണെന്ന് എനിക്കറിയാം. അച്ഛൻ ഫോൺ എടുത്ത് സംസാരിക്കേ. ഹലോ ഡാഡി. ഡാഡി ഇതെവിടെയാ? ഇതുവരെ വരാറായില്ലേ ഇങ്ങോട്ട്? നന്ദിനിയെ കുറിച്ച് ഒരറിവും ഇനിയും കിട്ടിയിട്ടില്ല. ഞാനും സൂര്യൻ നന്ദിനിയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ചത്ത് കളയൊന്ന് മമ്മി പറഞ്ഞതല്ലേ. എന്നിട്ട് ഇത്ര ധൈര്യത്തോടെ നിൽക്കാൻ ഡാഡിക്ക് എങ്ങനെയാ പറ്റുന്നത്? നന്ദിനിയെ അന്വേഷിക്കാതിരിക്കാൻ നിന്റെ മമ്മി എന്ത് വേണമെങ്കിലും പറയും. പക്ഷെ എനിക്കത് പൂർണ്ണമായിട്ട് അനുസരിക്കാൻ പറ്റില്ലല്ലോ. ഡാഡി, ഇനി ഞാൻ ജീവനോടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് മമ്മി മുറിക്കകത്തേറി വാതിലടച്ചിരിക്കുക. ഞാനും വിജയും എത്ര വിളിച്ചിട്ടും തുറക്കുന്നില്ല. അകത്ത് നിന്നൊരു അനക്കവും ഇല്ല. ഡാഡിക്ക് ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറ്റൂ ഇല്ലയോ അതെനിക്കറിഞ്ഞാൽ മതി. എനിക്കൊന്നേ പറയാനുള്ളൂ. ഡാഡി കാരണം എനിക്ക് എന്റെ മമ്മി ഇല്ലാതാവരുത്. അച്ഛാ, അച്ഛൻ വീട്ടിലേക്കല്ല. അമ്മ വാശി കാണിക്കും. അക്കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. ആത്മഹത്യാ ശ്രമമെങ്കിൽ ആത്മഹത്യാ ശ്രമം. അങ്ങനെയെങ്കിലും നന്ദിനി തോൽപ്പിച്ച് അടങ്ങും. എനിക്കിതിനിടയിൽ വേറൊരു പരീക്ഷണത്തിന് വയ്യച്ച. അച്ഛനോട് പോവാനാ ഞാൻ പറഞ്ഞത്. ഒരു കാര്യം ചെയ്യും, നീ കൂടെ എന്റെ ഒപ്പം വാ. എന്തിന്? അവര് തീരുമാനിച്ച ആഘോഷം കാണാൻ വേണ്ടിയോ? ഞാൻ വേണമെങ്കിൽ അച്ഛനെ അവിടെ കൊണ്ടുവിടാം. എടാ, സാരമില്ല അച്ഛാ. ഇത് അച്ഛൻ്റെ തോൽവിയായിട്ട് കണക്കാക്കണ്ട. അച്ഛനെ തോൽപ്പിക്കണമെന്ന് അമ്മയ്ക്ക് വലിയ ആഗ്രഹമൊന്നുമില്ല. എന്നെയാണ് തോൽപ്പിക്കേണ്ടത്. ഇതിനു മുമ്പും എന്നെ തന്നെ തോൽപ്പിച്ചിട്ടുള്ളതും. എന്നിട്ട് പറയും മോനോട് സ്നേഹമാണ്, അവന്റെ ദേഹത്ത് ഒരു മൺതരി വീണ ഉള്ളു പൊള്ളൂന്നൊക്കെ. പച്ചക്കള്ള വച്ചാ. എന്നെ മറ്റൊരാൾ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴൊക്കെ ഇതുപോലുള്ള ക്രൂരതകളാണ് കാണിച്ചിട്ടുള്ളത്. അതവരുടെ വൃത്തികെട്ട കോംപ്ലക്സാ. ചത്താലും മാറാത്ത കോംപ്ലക്സ്. കേറച്ചാ.
ഉത്രാമേടത്തിന്റെ ആഘോഷം ഗംഭീരമാ അല്ലേ അച്ഛാ? ശത്രുവിന്റെ നാശമല്ലേ ആഘോഷിക്കുന്നതിൽ എന്താ തെറ്റ്? എന്തായാലും നീ വാ. സൂര്യ സാറേ, നന്ദിനി മോളെവിടെ? നന്ദിനി മോളെ അന്വേഷിച്ചിട്ട് കണ്ടില്ലേ സാറേ? പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്, ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. നന്ദിനി മോള് സാറിന്റെ കൂടെയല്ലേ ഉണ്ടായിരുന്നത്, എന്നിട്ട് എങ്ങോട്ട് പോകാനാ? ഞാനിവിടെ ഉള്ളവരോട് മുഴുവനും ചോദിച്ചു, ആരും ഒന്നും പറയുന്നില്ല സാറേ. അതിൻ്റെ ഇടയിലാണ് ഈ ആഘോഷങ്ങളൊക്കെ. ആഘോഷിക്കട്ടെ രാജുവേട്ടാ. നന്ദിനിയെ കാണാതായതിൽ തനിക്കുള്ള സങ്കടം പോലും ഇവിടെ ആർക്കും ഇല്ല, അറിയോ? സാറേ, നന്ദിനിക്ക് ഒന്നും സംഭവിക്കില്ല. നന്ദിനി തിരിച്ചിവിടെ വന്നിരിക്കും. നീ വാ. ഡാഡി, ഇപ്പൊ പോലും നമ്മൾ മമ്മിയുടെ മുറിയിൽ തട്ടി നോക്കി, മമ്മി തുറന്നിട്ടില്ല. അകത്ത് നിന്നൊരു അനക്കം പോലും ഇല്ല. ഡാഡി പെട്ടെന്നൊന്ന് വന്നേ. എല്ലാത്തിനും കാരണം അവൾ ഒരുത്തിയ. ഇപ്പൊ അമ്മ ഈ കാണിച്ചു കൂട്ടുന്ന തോന്നിയാസത്തിന് നന്ദിനി എങ്ങനെ കാരണക്കാരിയാവുന്നേ? നന്ദിനിയോടുള്ള വെറുപ്പ് അമ്മ നാവിൽ തേച്ച് തന്നിട്ടുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അതിന്റെ പേരിൽ നന്ദിനി അനാവശ്യമായിട്ട് കുറ്റം പറഞ്ഞോണ്ടല്ലോ. അളിയ, അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ നമുക്ക് ആന്റി ചെന്ന് വിളിച്ച് രക്ഷിക്കാം. താൻ പോടോ, താൻ പോയി രക്ഷിക്കും. നീ ഇങ്ങോട്ട് വാ. ഞാനും വേണ്ടാത്തൊന്നും പറഞ്ഞില്ലല്ലോ. ആന്റി രക്ഷിക്കാന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന് എന്നോട് ചൂടായിട്ട് എന്താ കാര്യം?